പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലോട്ട് ഇറങ്ങുകയാണ് നമ്മൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ ഇറങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിത്രം തെളിയുകയാണ് നാടെങ്ങും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും നാളെ മുതലാണ്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 21-ാം തീയതിയാണ്. നമുക്കറിയാം 22-ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഉണ്ടാകും. 24 വരെ പത്രികകൾ പിൻവലിക്കാം. ആ 24 കഴിയുമ്പോൾ കൃത്യമായ ചിത്രം, ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നുള്ളത് കൃത്യമായ ചിത്രം അത് നമ്മളിലേക്ക് എത്തും. ഡിസംബർ 9, 11. 9 എന്ന് പറയുമ്പോൾ എറണാകുളം വരെ 9-ാം തീയതിയും ബാക്കി ഉള്ള ജില്ലകൾ 11-ാം തീയതിയുമാണ്. 2 ഘട്ടങ്ങളായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. അപ്പോൾ ആ ഒരു യാത്ര നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. തെക്ക് നിന്ന് തുടങ്ങാൻ നമുക്ക്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ LDF-ൽ ഇപ്പോഴും തർക്കം ഇങ്ങനെ തുടരുകയാണ്. ഒരു സീറ്റ് അധികം വേണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ധാരണയായ 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായും ഒരു സീറ്റിന്റെ കാര്യം സംസ്ഥാന തലത്തിലൊക്കെ ചർച്ച നടക്കുന്നു എന്നുമാണ് CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തില് വർദ്ധിച്ച സീറ്റിൽ ഒരു സീറ്റ് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള 4 സീറ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ധാരണയും ആയിട്ടുണ്ട്. ഒരു സീറ്റിനെ സംബന്ധിച്ചുള്ള വർധന പാർട്ടി സംസ്ഥാന നേതൃത്വം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാന നേതൃത്വം പറയുന്നതിനനുസരിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതാണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം ആകെയുള്ള 28 ഡിവിഷനുകൾ 21 CPM മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റ് 7 സീറ്റുകളിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മത്സരിക്കുമെന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ 3 മുന്നണികളിലും തർക്കം രൂക്ഷമാണ്. ഒരിടത്തും ഇടതുമുന്നണിക്ക് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ ജില്ലാ സെക്രട്ടറി വി ജോയ് ചെമ്പഴന്തി വാർഡിൽ മത്സരിക്കുന്ന ആനി അശോകിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. നേരത്തെയും പാർട്ടി ഇത്തരത്തിൽ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് വി ജോയ് പറഞ്ഞു. ഇടതുപക്ഷത്തിന് ഒരു റബൽ സ്ഥാനാർത്ഥിയും ഉണ്ടാകില്ല. അത് കൃത്യമായിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട് അവരുടെ തെറ്റിദ്ധാരണകൾ, ആരെങ്കിലും 1-2 ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ തിരുത്തും. അല്ല, ഇവരുടെ പേരിൽ 3 പ്രാവശ്യം പാർട്ടി നടപടി എടുത്തിട്ടുള്ളതാണ്. പിന്നീട് നടപടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ കാലം കഴിയുമ്പോൾ അത് മാപ്പാക്കി തരണമെന്ന് പറഞ്ഞ് തിരിച്ചു പാർട്ടിയിൽ വരുന്നത്. ഈ പാർട്ടിയാണല്ലോ അവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത്. ഈ പാർട്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, കാലിക്കടന്ന് ചെരുപ്പൂരി അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയുടെ ചെവിക്കലിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയോ പുറത്തടിക്കുകയോ ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടപടി വരും, പിന്നീട് തിരിച്ചു വരും, അങ്ങനെയാണ്. അപ്പൊ ഒരു സ്ഥിരത അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നിരുന്നാലും പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായിട്ട് ഉച്ചയ്ക്ക് പറയും. അതാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ BJPയുമായിട്ട് സീറ്റ് കച്ചവടം എന്ന ആരോപണം ഉണ്ടായിരുന്നു. അതിന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1-2 വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് കടകംപള്ളി പറയുന്നത്. തനിക്ക് ഡീലുള്ളത് ജനങ്ങളുമായി മാത്രമാണ്, ജനങ്ങളുടെ വിനീത വിശ്വസ്ത വിധേയദാസനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും കടകംപള്ളി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച ആനി അശോകിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. വരുന്നവരാരായിരുന്നാലും ശരി, അവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്ന് കണ്ടാൽ ആ കാര്യം നിറവേറ്റാൻ ഏതറ്റം വരെയും അവരോടൊപ്പം പോകാൻ ഞാൻ തയ്യാറായി. അതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെയാണ് 2021 എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണ കോലാഹലങ്ങളും പണത്തിന്റെ കുത്തൊഴുക്കുമാണ് ഇവിടെ ഉണ്ടായതെന്നുള്ളത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം നന്നായിട്ടറിയാം. പക്ഷേ അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത്. മാധ്യമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിചാരണയല്ല, അതിനുമപ്പുറം ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ്, ജീവിതാനുഭവത്തിൽ നിന്നാണ് താൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് കടകംപള്ളി പറഞ്ഞു വെക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ NDAയുടെ 31 സ്ഥാനാർത്ഥികളെ അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചത്. പട്ടികയിൽ 3 BDJS സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അഴിമതി മുക്ത ഭരണം NDA കാഴ്ചവെക്കും എന്നും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുമാണ് മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത്.
നഗരസഭയിലെ UDFന്റെ കാര്യം നമുക്ക് നോക്കാം. UDF എവിടെ വരെ എത്തി? ഈ ശേഷിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന കാര്യത്തിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിച്ചതിന് ശേഷമായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക. നിലവിൽ 86 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി 15 പേരുടെ പട്ടികയാണ് വരാനുള്ളത്. അത് ഉടൻ പ്രഖ്യാപിക്കാനാണ് ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണിക്ക് തലസ്ഥാനത്ത് വിമതശല്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. തലസ്ഥാന നഗരഭരണം നിലനിർത്താൻ ഒരുങ്ങുന്ന ഇടതുമുന്നണിക്ക് വെല്ലുവിളിയാകുമോ വിമതശല്യം എന്ന് ഉറ്റുനോക്കുകയാണ്. CPMന്റെ സിറ്റിംഗ് വാർഡായ വാഴോട്ടുകോണത്ത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV മോഹനനാണ് വിമത സ്ഥാനാർത്ഥി. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ ചെമ്പഴന്തിയിലും വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. വെങ്ങാനൂരിൽ ജനതാദൾ എസും RJDയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ CPMൽ വിമത ഭീഷണി ഒന്നിലധികം വാർഡുകളിലുണ്ട്. വാഴോട്ടുകോണം CPMന്റെ സിറ്റിംഗ് വാർഡാണ്. അവിടെയും വിമത സ്ഥാനാർത്ഥിയുണ്ട്. അവിടെ മോഹനൻ, അദ്ദേഹം നേരത്തെ പഞ്ചായത്തിൽ 2 തവണ വാഴോട്ടുകോണം പഞ്ചായത്തിലും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് പഞ്ചായത്തിൽ 2 തവണ അംഗമായിരുന്ന ആളാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. CPMന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുക. എന്താണ് കാരണം? നമ്മുടെ നേതൃത്വത്തിന്റെ തെറ്റായ പോക്കാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. അതായത് നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ ഏരിയ കമ്മിറ്റി വരെയുള്ള അവരുടെ തെറ്റായ, അതിന് മേളിലോട്ട് ഞാൻ പറയുന്നില്ല, അവരുടെ തെറ്റായ നയങ്ങൾ നമ്മളെ ഇവിടെ കൊണ്ടെത്തിക്കാൻ കാരണമായി. എന്താണ് നിങ്ങൾ പ്രാദേശികമായി പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കാത്തുണ്ട്? താങ്കളാണോ സ്ഥാനാർത്ഥിയായതിനോട് ആളുകൾ കണ്ടുവച്ചിരുന്നത്? ജനം എങ്ങനെ കണ്ടിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നേതൃത്വം അതും കൂടെ കാണണമായിരുന്നു. നേതൃത്വത്തിന്റെ ഒരു വീഴ്ചയായിരുന്നു അത്. ചോദിക്കാൻ കാരണം താങ്കൾ ഇവിടെ ഇപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നതെന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് താങ്കളെ തന്നെയായിരുന്നു ജനങ്ങൾ കൂടുതൽ എവിടുന്ന് നിങ്ങളുടെ പാർട്ടി പ്രാദേശിക പ്രവർത്തകർ താങ്കളെയാണോ പ്രിഫർ ചെയ്തിരുന്നത്? പ്രാദേശിക പ്രവർത്തകരുടെ ഒരു വികാരമായിരുന്നു ഞാൻ, അതെനിക്കറിയാം. അതുകൊണ്ടാണോ ഇങ്ങനെ പാർട്ടി തീരുമാനത്തിനെതിരെ മത്സരിക്കാൻ പോകുന്നത്? ജനത്തിന്റെ ഒരു വികാരം ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നില്ല. പാർട്ടി തന്നെയാണ് ഞാനിപ്പോൾ. എന്നെ ഞാനാക്കിയത് എന്റെ പാർട്ടിയാണ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ ചില നേതാക്കളുടെ നമ്മുടെ വഴിപിഴച്ച പോക്ക് എന്ന് തന്നെ പറയാം, അതിന് വശംവദനാകാൻ നമ്മളെ കിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പാർട്ടി തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ജില്ലാ സെക്രട്ടറിയാണ് സ്ഥാനത്തെ പ്രഖ്യാപിച്ചത്. അപ്പൊ അതിനെതിരെ താങ്കൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ? റിബലായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ? ഞാനിപ്പോ പാർട്ടിയിലില്ലെന്ന് വെച്ചോ, അങ്ങനെ അത് മതി. ഞാൻ പാർട്ടിയിലില്ല എന്നാൽ പിന്നെ എനിക്കെന്തോ ആകാമല്ലോ. എന്തായിരുന്നാലും ഞങ്ങളുടെ പാർട്ടിയുടെ നിയമപ്രകാരം എന്നെ പുറത്താക്കപ്പെടും. അതെനിക്ക് ഉറപ്പുണ്ട്. പുറത്താക്കപ്പെടുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വേറെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പുറത്തായാലും ഈ തീരുമാനമായി മുന്നോട്ട് പോകും. തീരുമാനമായിട്ട് പോകും. അതിൽ പാർട്ടി പ്രവർത്തകരുടെ വലിയ പിന്തുണ താങ്കൾക്കുണ്ടാവും. പാർട്ടി പ്രവർത്തക വികാരമാണ്. ആ വികാരത്തെ ഞാൻ വ്രണപ്പെടുത്തില്ല, എന്തായാലും വ്രണപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പാണ്. പാർട്ടിയുടെ തീരുമാനം പിഴച്ചുപോയി, അതിനെതിരെയാണ് താങ്കൾ നിൽക്കുന്നത്. ഇത് തെറ്റായ പാർട്ടിയുടെ തെറ്റായ രീതികൾ തിരുത്തപ്പെടണം. അതിനുള്ള തിരുത്തൽ ശക്തിയായി ഞങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾക്കല്ലേ? വിരുദ്ധ ഒരിക്കലുമല്ല. ഞാനിവിടെ ഉണ്ടാവും. ഞാനൊരു ഇടതുപക്ഷക്കാരനായിട്ട് തന്നെയാണ്. ഞാൻ കൌൺസിലും ഉണ്ടാവും, ഉറപ്പാണ്. അതിലൊന്നും CPMകാർക്ക് ജയിക്കേണ്ട വോട്ട് ഇവിടെ കിട്ടുമോ? 2 CPMക്കാരല്ലേ, എനിക്ക് ജനത്തിന്റെ വോട്ടുണ്ട്. CPIക്കാരുടെയും CPMകാരുടെയും കോൺഗ്രസുകാരുടെയും BJPക്കാരുടെയും അല്ല, നമ്മുടെ ജനത്തിന്റെ വോട്ട്. അതെ, എന്റെ ജനത്തിന്റെ ഇവിടുത്തെ ഈ വാഴോട്ടുകോണം വാർഡിലെ ജനമെന്ന് പറഞ്ഞാൽ ആ ജനത്തിന്റെ വോട്ട് എനിക്കുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് പാർട്ടി വോട്ട് വേണ്ട. പാർട്ടി വോട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഒരു പിന്മാറ്റം ഇല്ല. ഇനി പിന്മാറ്റമില്ല, പിന്മാറ്റത്തിന്റെ ആവശ്യമില്ല. നേതൃത്വം അറിയിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? നേതൃത്വത്തെ എനിക്ക് അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ നേതൃത്വത്തോട് പറയുന്ന സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി, ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നേതൃത്വത്തിന് മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ നമുക്ക് പോകാൻ വഴിയുള്ളൂ. ഇതിലും കൊണ്ടെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ അവർക്ക് നേരായ മാർഗത്തിൽ നമ്മൾ സഹകരണം. ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ തകരും. അത് തകർക്കാൻ കഴിയില്ല. ഈ വാഴോട്ടുകോണമെന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നുള്ള പ്രദേശമൊക്കെ BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയായി കഴിഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് CPMന്റെ ഉറച്ചൊരു കോട്ടയാക്കി നിർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വിള്ളൽ വീഴ്ത്താനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് അത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുമ്പോൾ. നിങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരാണോ? ഞാൻ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഈ അടുത്ത കാലത്ത് ഈ സഖാവ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ തെറ്റായ ഒരു തീരുമാനത്തിന്റെ പ്രകാരം എന്നെപ്പോലുള്ള പാവപ്പെട്ടവർ ഈ പാർട്ടിയിൽ നിന്ന് വയ്ക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ഇപ്പം ഒരു പ്രതീക്ഷയും ആവേശവുമാണ് നമ്മുടെ മോഹന സഖാവ്. അദ്ദേഹം ഈ പാർട്ടി ഇവിടെ കെട്ടിപ്പടുക്കാൻ വലിയ രീതിയിലുള്ള പരിശ്രമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബോധ്യപ്പെടാത്ത നേതൃത്വമാണ് അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളുടെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ വിധേനയുള്ള ജനങ്ങളുടെയായിട്ടുള്ള വികാരമാണ് സഖാവ് മോഹനൻ. അദ്ദേഹം ഈ കൌൺസിലുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കും. കാരണം വാഴത്തോണത്തിന്റെ മണ്ണിൽ ഉണ്ടാകും. ഇവിടെയുള്ള ജനങ്ങളുടെ പാർട്ടി തിരുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഈ സ്ഥാനാർത്ഥം ഇതുവരെ നോമിനേഷനൊന്നും ആയിട്ടില്ല. തിരുത്താൻ സാധ്യതയുണ്ടോ പാർട്ടി? പാർട്ടി തിരുത്തിയാൽ കൊള്ളാം. പാർട്ടി തിരുത്താൻ ഒരുപാട് തവണ പലരും ശ്രമിച്ചു. സാധാരണപ്പെട്ടവർ നിരവധി ഈ തീരുമാനം കൈക്കൊള്ളുന്നതിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതായി പോവുകയാണ്. ഈ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാവുന്നതിന് തന്നെ ധാരാളം പേര് വളരെ ദീർഘകാലം ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരാക്കിയ ഈ സഖാവിനെ പോലുള്ളവരെ പരിഗണിച്ചില്ലേ, പിന്നെ ആരെയാണ് പരിഗണിക്കുന്നത്? നിങ്ങളൊക്കെ CPM ആണോ? CPM ഇപ്പോഴും പ്രവർത്തകർ അനുഭാവികളാണോ, അംഗങ്ങളാണോ? നമുക്ക് KV ആണ് വലുത്. ഇവിടെ മാവട്ടം ജംഗ്ഷനിൽ KV രണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു പാർട്ടിയുടെ. ഞങ്ങൾ ഇപ്പൊ എനിക്ക് 60 വയസ്സ് പ്രായമുണ്ട്. അതായത് എനിക്കൊരു 10-12 വയസ്സ് മുതൽ CPM-ന്റെ ഒരാളായിട്ട് ഇവിടെ പാർട്ടി വലുതാക്കി കൊണ്ടുവന്ന ഒരാളാണ്. ഇപ്പൊ ഇന്നലെ വന്ന 1-2 വ്യക്തികളുടെ താല്പര്യത്തിന്റെ പേരിലാണ് ഇപ്പൊ ഈ പുള്ളിക്ക് സ്ഥാനാർത്ഥി ഇവിടെ. അതായത് ഓരോ ഗുണ്ട മാഫിയകളെ വളർത്താൻ വേണ്ടി ഇവിടുത്തെ പാർട്ടിക്കാർ സപ്പോർട്ടാണ്. പാർട്ടിയിൽ ഇന്നലെ വന്ന ആളുകൾ സപ്പോർട്ടാണ്. വലിയ വികാരത്തിലാണ് പ്രദേശത്തെ CPM പ്രവർത്തകർ. പാർട്ടി പിഴച്ചുപോകുന്നു, വഴിപിഴച്ചു പോകുന്നു. പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധ, അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തകരുടെ ഭൂരിപക്ഷ തീരുമാനങ്ങൾക്ക് എതിരായി സ്ഥാനാർത്ഥി. ഇപ്പോൾ നമുക്കെതിരെയുള്ള ഈ രക്തസാക്ഷി സ്തൂപത്തിലൊരു ചിത്രം വച്ചിട്ടുണ്ട്, ഒരു ഫ്ലക്സ് ബോർഡ് വച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ഷാജി C, 3-ാം വാർഡ് ഷാജി. ഇതാണ് CPM തീരുമാനിച്ച സ്ഥാനാർത്ഥി. ഈ സ്ഥാനാർത്ഥിക്ക് നേരത്തെയും ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏതായാലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച് പ്രതിഷേധിച്ചാണ് ഇവിടെ ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥി, CPM-ന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ്, 2 തവണ പഞ്ചായത്ത് അംഗം, 1 തവണ പഞ്ചായത്ത് മെട്രിക്കോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന മോഹനൻ മത്സരരംഗത്തിറങ്ങുന്നു. വലിയ പിന്തുണയുണ്ട്. കൌൺസിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇവിടെ പ്രവർത്തകർ നൽകുന്നത്. കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് BJP 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോർപ്പറേഷനിൽ 15 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 5 സ്ഥാനാർത്ഥികളെയും ബ്ലോക്കിൽ 24 പേരെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. കോർപ്പറേഷനിൽ ആദ്യഘട്ടത്തിൽ 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ആസൂത്രിത നീക്കം എന്നാണ് ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. പോസ്റ്റർ എവിടെ നിന്ന് വന്നോ എന്താണോ എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല. അറിയാവുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണ്ണയം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഏറ്റവും തർക്കരഹിതമായി ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ കൊല്ലത്തെ മുതിർന്ന നേതാക്കന്മാർ ഒരുമിച്ചിരുന്നാണ് സ്ഥാനാർത്ഥികളെ നടത്തുന്നത്. എനിക്ക് പ്രത്യേകമായി ആ കാര്യത്തിൽ യാതൊരു പ്രത്യേകമായൊരു പങ്കില്ല. കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമായുള്ള പങ്കേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ തമാശയെന്ന് പറയുന്നത് ആ ഡിവിഷനിൽ അങ്ങനെ BJPക്ക് കാര്യമായ ഒരു പങ്കാളിത്തം, വലിയ കാര്യമായ രാഷ്ട്രീയ അടിത്തറയുള്ള സ്ഥലമൊന്നുമല്ല. BJP ചിത്രത്തിൽ പോലും ഇല്ല. എന്നിട്ടും BJP ഏജന്റ് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോണിൽ നിന്ന്, അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ്സുകാരെ ഒരിക്കലും അത് ചെയ്യില്ല. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആന്റി BJP ആന്റി CPM ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ആശയ ദൃഢതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ അതാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. തനിക്ക് അതിൽ പങ്കില്ല എന്ന് പറയുന്നു. അതേസമയം ബിന്ദു കൃഷ്ണയ്ക്കെതിരെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതൊരു വലിയ ചോദ്യമായി നിൽക്കുന്നു. നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ, പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ പോലും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ മുന്നണികൾ ഇറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. വരും ദിവസങ്ങളിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയമാണ് LDF-ന് പ്രതീക്ഷ നൽകുന്നത്. പത്തനംതിട്ടയിലെ 53 പഞ്ചായത്തുകളിൽ 37 എണ്ണവും LDF-നൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തിലും നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും നില മെച്ചപ്പെടുത്താൻ LDF-ന് കഴിഞ്ഞു. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും LDF-നൊപ്പമാണ്. സർക്കാരിൻ്റെ ഭരണനേട്ടവും വികസന പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. LDF പൂർണ്ണ വിശ്വാസത്തോടെയാണ്, ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ റെക്കോർഡ് വിജയം പത്തനംതിട്ട ജില്ലയിലുണ്ടായി. ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ആ വിജയം ആവർത്തിക്കും. അതിൻ്റെ എണ്ണം കൂട്ടാനാണ് ഞങ്ങൾ നോക്കുന്നത്.
കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സമയത്ത് എല്ലായിടത്തും ഉണ്ടായി, കാലുമാറ്റം മൂലം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയി. മുനിസിപ്പാലിറ്റിയും ഇതേപോലെ തന്നെ 3 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. ഒരു മുനിസിപ്പാലിറ്റിയാണ് അന്ന് BJP അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ജില്ലാ പഞ്ചായത്തിലും 12 എന്നുള്ളതിൻ്റെ എണ്ണം ഒരെണ്ണമെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നാണ്. ജില്ലയിലെ ഒരു നഗരസഭയും 2 ബ്ലോക്ക് പഞ്ചായത്തും 13 പഞ്ചായത്തുകളുമാണ് UDFനൊപ്പമുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയാത്തതുമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണം. ഇത്തവണ ഇത് പരിഹരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് UDF. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും സ്വർണ്ണക്കവർച്ച വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF നേതൃത്വം പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDFന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ജില്ലയിലെ 960ഓളം വാർഡുകളിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി 920 വാർഡ് കമ്മിറ്റിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് വാർഡുകളുടെ എണ്ണം കൂടിയപ്പോൾ അത് 968ഓളം വാർഡുകളാണ് വന്നിരിക്കുന്നത്. അവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ തന്നെ രൂപീകരിച്ച് പുതിയതായിട്ട് വന്ന വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണവും അടുത്ത കാലത്ത് തന്നെ നടത്തി. അവർക്കെല്ലാം വാർഡ് പ്രസിഡന്റുമാർക്കെല്ലാം ഐഡന്റിറ്റി കാർഡ് കൊടുത്തുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നബിലിറ്റി മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3 പഞ്ചായത്തുകളിലും പന്തളം നഗരസഭയിലും ഭരണം നേടാൻ കഴിഞ്ഞതാണ് NDA മുന്നണിയുടെ പ്രതീക്ഷ. ചില പഞ്ചായത്തുകളിൽ 2-ലധികം സീറ്റുകൾ നേടാനും BJPക്ക് കഴിഞ്ഞതും നേട്ടമായി കരുതപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടുകൾ ജില്ലയിൽ ലഭിച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്തേക്ക് എത്തുമ്പോൾ അവിടെ ഏറ്റവും കൗതുകമായി തോന്നും ശ്രദ്ധേയമായതുമായ ഇന്നത്തെ വാർത്ത നഗരസഭയിലേക്ക് മത്സരിക്കാൻ മുൻ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷ് എത്തുന്നു എന്നുള്ളതാണ്. തിരുനക്കര വാർഡിൽ നിന്നാണ് NCP സ്ഥാനാർത്ഥിയായി ലതിക സുഭാഷ് മത്സരിക്കുക. NCP കോട്ടയം മണ്ഡലം കമ്മിറ്റിയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. CPM ഈ സീറ്റ് വിട്ടു നൽകുകയായിരുന്നു എന്നുള്ളതാണ്. സ്ഥിരമായി കോൺഗ്രസ് ജയിക്കുന്ന സീറ്റ് പിടിച്ചെടുക്കാനാണ് പുതിയ നീക്കം. എന്തായാലും ലതിക സുഭാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ നിയമസഭാ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഉള്ള തലമുണ്ടനം ചെയ്യലടക്കം നമ്മുടെ മനസ്സിലേക്ക് വരും. എന്തായാലും കോട്ടയത്ത് പോരാട്ടത്തിനിറങ്ങുകയാണ്, തിരുനക്കരയിൽ പോരാട്ടത്തിനിറങ്ങുകയാണ് ലതിക സുഭാഷ്. കോട്ടയത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സ് ജില്ലാ പഞ്ചായത്തിലേക്ക് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ജിം കേരള കോൺഗ്രസ് എമ്മിലെത്തുന്നത് തടയാൻ കോൺഗ്രസ് പരമാവധി സമ്മർദ്ദം ചെലുത്തിയിരുന്നു, പക്ഷെ അത് വിജയിച്ചില്ല. അതിരമ്പുഴ ഡിവിഷനിലാണ് ജിം ജനവിധി തേടുക. ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ LDFലും UDFലും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് അധികമായി വന്ന സീറ്റിൽ പൊതു സ്വതന്ത്രൻ വേണമെന്ന നിലപാടിലാണ് CPM ഉള്ളത്. തൃശൂരിലേക്ക് പോകാം. തൃശൂർ കോർപ്പറേഷനിലെ LDF കൗൺസിലർ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. 15 വർഷമായി നടത്തറ ഡിവിഷൻ കൗൺസിലറായി ഷീബ ബാബുവാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗവും കോർപ്പറേഷനിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ഷീബ. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് NDAയുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ഷീബ ബാബു അറിയിച്ചത്. ഇതിന് പിന്നാലെ ഷീബ ബാബുവിനെ കൃഷ്ണപുരം ഡിവിഷനിലെ NDA പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അവഗണനയിൽ മനം അടുത്താണ് മുന്നണി വിട്ടതെന്ന് ഷീബ ബാബു പിന്നീട് പറഞ്ഞു. ഇനി പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 31 ഡിവിഷനുകളിൽ 22 സീറ്റിൽ CPM, 5 സീറ്റിൽ CPI, ജനതാദൾ എസിന് 2 സീറ്റ്, NCP, കേരള കോൺഗ്രസ് മാണി എന്നിവയ്ക്ക് 1 സീറ്റ്. അങ്ങനെയാണ് സീറ്റുകൾ നൽകിയിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PM ശശി, ജില്ലാ കമ്മിറ്റി അംഗവും CIT ജില്ലാ പ്രസിഡന്റുമായ P മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം C സരിത എന്നിവരാണ് പട്ടികയിലെ ജില്ലാ നേതാക്കൾ. UDF സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയെങ്കിലും 25 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച നാളെ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ പാലക്കാട് നഗരസഭയിലെ BJP സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്ന് ആണ് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറയുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെ ആകും രംഗത്തിറക്കുക. തുടർച്ചയായി 3ാം വട്ടവും BJP പാലക്കാട് നഗരസഭയിൽ അധികാരത്തിലെത്തുമെന്നും പ്രശാന്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രക്രിയയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാർഡുകളിലെ വിജയത്തിന് ആവശ്യമായ രീതിയിലുള്ള മുഴുവൻ പ്രവർത്തകർക്കും ഒരു സമ്മതരായിട്ടുള്ള വാർഡിലെ ജനസമ്മതിയുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും 53 വാർഡിലുണ്ടാവും. ഈ മുതിർന്ന നേതാക്കളോട് കൂടി ആലോചിച്ചില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പരാതി എവിടുന്ന് കിട്ടി, ആരോട് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. പാർട്ടിയിൽ അങ്ങനെ ഒരു പരാതിയും ആർക്കും ലഭിച്ചിട്ടില്ല. പട്ടാമ്പിയിൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട്. TP ഷാജിയെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാവ് വിമത സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് അവിടെ നിന്നുള്ള വാർത്ത. പാർട്ടിയിലെ സജീവ പ്രവർത്തകനായിരുന്ന അബ്ദുൾ വാഹിദാണ് വിമതനാകുന്നത്.
V4 പട്ടാമ്പി നേതാവ് TP ഷാജിയെ സ്വീകരിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നു. ഇതു കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടമാകുന്നതായാണ് ആരോപണം. പ്രതിഷേധവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി PP അബ്ദുൾ വാഹിദാണ് കോൺഗ്രസിൽ വിമത സ്ഥാനാർത്ഥിയാകുന്നത്. ആദ്യം വാഹിദിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു പാർട്ടി നീക്കം. എന്നാൽ TP ഷാജിയുടെ വരവോടെ സ്ഥാനാർത്ഥിത്വം ഷാജിക്ക് താൽപ്പര്യമുള്ളയാൾക്ക് നൽകി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നും അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്നത് നീതികേടാണെന്നും അബ്ദുൾ വാഹിദ് പറയുന്നു. പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള അപക്വമായ തീരുമാനങ്ങൾക്ക് എതിരെയാണ് എൻ്റെ പ്രതിഷേധം. എന്തെന്ന് വെച്ചാൽ പാർട്ടിയിലേക്ക് കുറച്ച് ആളുകൾ കടന്നു വരികയും അതിനു മുന്നേ തന്നെ എന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടുത്തി ഞാൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. KPCC നിർദ്ദേശപ്രകാരമുള്ള വീട് കയറലും അതിനുശേഷം വാർഡ് കമ്മിറ്റി കൂടിയാലോചന നടത്തി എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് വന്ന സംഭവ വികാസങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി എന്നെ മാറ്റി നിർത്തപ്പെടുക ചെയ്തിട്ടുണ്ടായിട്ടില്ല. പട്ടാമ്പിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് തീരുമാനങ്ങൾ നടക്കുന്നതെന്നും വാഹിദ് ആരോപിച്ചു. 6 മെമ്പർമാർക്കൊപ്പം പാർട്ടിയിലെത്തിയ TP ഷാജി വിഭാഗത്തിനു വേണ്ടി സീറ്റ് നീക്കി വെക്കേണ്ടി വന്നതോടെയാണ് കോൺഗ്രസിൽ ഭിന്നത രൂപപ്പെടുന്നത്. വിമത നീക്കം നടത്തുന്ന PP അബ്ദുൾ വാഹിദിനെ CPM പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. രാഹുൽ മാങ്കൂട്ടത്തിൽ പലയിടത്തും എത്തുന്നത് അവിടെ പ്രശ്നമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലി പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് കണ്ണാടി മണ്ഡലം യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത്. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തിരുന്നു. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ എന്തിനാണ് രാഹുൽ പങ്കെടുക്കുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. കോൺഗ്രസ് ഭരിക്കുന്ന കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘ ഓഫീസിലാണ് രാഹുൽ ഇന്ന് എത്തിയത്. അതേസമയം യോഗം ചേർന്നിട്ടില്ല എന്നും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഔദ്യോഗിക യോഗം തന്നെ നടന്നിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോടി വെച്ചിട്ടാണോ കൂടുന്നത്? കാസർഗോട്ടേക്ക് പോകാം. തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ മത്സരം നടത്താൻ LDFനെയും UDFനെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ML അശ്വിനി. BJPക്ക് ജയസാധ്യതയുള്ള ഇടങ്ങളിൽ LDFും UDFും ഒറ്റക്കെട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതായും അശ്വിനി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 3 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നും അശ്വിനി ന്യൂസ് 18നോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമാണ്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് അത് നിയമസഭയിലും അതിൻ്റെ അടിത്തറ ഉറപ്പിക്കുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. എന്തായാലും BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത്. നമ്മോടൊപ്പം ജില്ലാ പ്രസിഡന്റ് അശ്വിനി തന്നെ ചേരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ പറയും. എങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ 4 മാസമായിട്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 മാസമായിട്ട് നമുക്ക് വോട്ടർ ഇൻക്ലൂഷനും ഡാറ്റ കളക്ഷൻസും അതേപോലെ ഡിലീഷൻസും പിന്നെ ഹിയറിംഗ് കൊണ്ടുവരുന്നത് അങ്ങനെ 4 മാസമായിട്ട് നമ്മളെ പ്രവർത്തകന്മാർ ഈ ഇലക്ഷൻസ് വേണ്ടിയിട്ട് വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ പ്രാവശ്യം ഒരു നല്ല വോട്ടും നമ്മൾ ചേർത്തിട്ടുണ്ട് BJPൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതും മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു വാർഡ് ജയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടേഴ്സ് വേണ്ടേ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട്. ശരി, അതാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് അശ്വിനി ഉള്ളതെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും സംവിധായകൻ VM വിനു കോഴിക്കോട് മത്സരിക്കുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ വികസനം എന്ന ഒറ്റ ലക്ഷ്യവുമായാണ് താൻ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നാണ് കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സംവിധായകൻ VM വിനു പറഞ്ഞത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നഗരങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വളർച്ച കോഴിക്കോട് നഗരത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കല്ലായിപ്പുഴയെ വീണ്ടെടുക്കുകയാണ് ആദ്യ ലക്ഷ്യം. മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും വിനു പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായുള്ള നാട്ടിലോട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റിൽ MG രേണുക ചേരും. നമസ്കാരം.